തീർത്തു പറയും, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിയുന്നില്ല എന്ന് തീർത്തു പറയും. അന്ന് അറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ ഈ പറഞ്ഞവരൊക്കെ തങ്ങളുടെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് അവരെ സംസാരിച്ചത്. അപ്പൊ അവരുടെ ചിന്തയിൽ അവർ ചെയ്തതൊക്കെ എന്തായിരുന്നു? അവരുടെ ചിന്തയിൽ അവർ ചെയ്തതൊക്കെ ശരിയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞത്. പക്ഷെ അപ്പോഴാണ് മനസ്സിലായി, യേശു മറുപടി പറഞ്ഞപ്പോഴാണ് മനസ്സിലായേ, ഇതൊന്നും ഞങ്ങളുടെ കർത്താവ് അംഗീകരിച്ചില്ല, ഞങ്ങളെ കള്ളപ്രവാചകന്മാരായി പിടിച്ചല്ലോ എന്ന് അവിടെ വെച്ചാ ബോധ്യമായേ. അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. കർത്താവിന്റെ എങ്ങനെയാണ് കർത്താവ് പ്രവാചകന്മാരെ തിരിച്ചറിയുക എന്നുള്ള ആ ഭാഗത്തേക്ക് നമുക്ക് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 24 അധ്യായം അതിൻ്റെ 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇതാ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. വായിച്ചാട്ടെ. ദൈവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദൈവാലയത്തിൻ്റെ പണി കാണിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരോട്, ഇതെല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാത്ത കല്ലിന്മേൽ കല്ല് ഇവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്തു എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ചോദ്യം ഇവിടെ ഉണ്ട്. നിന്റെ വരവിനും അതാ ദേവാലയം എപ്പോൾ ഇടിയും, നിന്റെ വരവ് ലോകാവസാനം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ യുഗത്തിന്റെ അവസാനമാണ് പറയുന്നത്. ഇതാ ആ അവസാനത്തിന്റെ സമയം എപ്പോഴാണ്? 3 ചോദ്യങ്ങൾ ഒറ്റയടിക്കാണ് ചോദിക്കുന്നത്. ഇത് യേശു ക്രിസ്തു വളരെ ഉത്തരം പറയുകയാണ്. ആ വിഷയത്തിന് യേശു ഉത്തരം പറയുകയാണ്. ഇതാ നമ്മൾ ഒരു കാര്യം നമ്മുടെ മക്കളാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ളതായിരിക്കും ആദ്യം പറയണേ, അതോ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ആദ്യം പറയുമോ? ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ആദ്യം പറയുക, അല്ലേ? ഇവിടെ കർത്താവ് ആദ്യം പറഞ്ഞ എന്നാന്നറിയാമോ? ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പോ കർത്താവിന്റെ ഹൃദയം നിറയെ എന്താ? ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണല്ലോ അതര സംസാരിക്കുന്നേ. ഹൃദയം നിറയുന്നത് എന്താ? നിങ്ങളെ തെറ്റിക്കും. തെറ്റിക്കിടക്കുമല്ലേ? നിങ്ങളെ തെറ്റിക്കും. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവേൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ശ്രദ്ധിച്ച് താഴേക്ക് നമുക്ക് അതിന്റെ ഇംഗ്ലീഷ് കൂടി എടുക്കാം. മലയാളം ട്രാൻസ്ലേഷൻ പോരാ. ജീസസ്. അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. താഴേക്ക്. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. അവിടെ തെറ്റിക്കുമെന്നുള്ളത് ഇംഗ്ലീഷിൽ KJV എഴുതിയിരിക്കുകയാണ്, ആൻഡ് ഷാൽ ഡിസീവ് മെനി. പറ്റിക്കും, ചതിക്കും. ഈ ഡിസെപ്ഷൻ മാത്രം അവസാനം അറിയത്തുള്ളൂ. ചതി ആദ്യമേ അറിയത്തില്ല, അവസാനമേ ചതി അറിയത്തുള്ളൂ. യഥാർത്ഥത്തിൽ ആ ദൈവദാസന്മാര് പറഞ്ഞത്, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി, അവരെ ആത്മാർത്ഥയോടെ ചെയ്തത്. പക്ഷെ ചതിക്കപ്പെട്ട വിവരം അവര് അറിഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചതിക്കപ്പെടും. ഇനി താഴേക്ക്, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ഇപ്പൊ ഒരു പ്രാവശ്യം ഓൾറെഡി കർത്താവ് പറഞ്ഞു കഴിഞ്ഞു നിങ്ങളെ ചതിക്കുമെന്ന്. ഇനി യുദ്ധങ്ങളെയും, ഇത് എത്ര പ്രാവശ്യം പറയുന്നറിയാമോ? യുദ്ധങ്ങൾ ശ്രുതികളെ കുറിച്ച് ഒറ്റ പ്രാവശ്യം പറയുന്നുള്ളൂ. ചഞ്ചലപ്പെടാതിരിപ്പിൻ, സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. കഴിഞ്ഞു. ഇനി അത്രേ ഉള്ളൂ. ഈ 2 വാക്യമാണ് നമ്മൾ എക്സാജറേറ്റ് ചെയ്ത് അങ്ങ് പറയുന്നത്. ഇത് പറയേണ്ടതൊന്നുമല്ല, ദൈവം കൊടുത്ത അളവിൽ പറഞ്ഞു. ഇനി എങ്കിലും ശ്രദ്ധിച്ചേ, ഇത് 2 അവസാനിച്ചു. അത് ഇപ്പോൾ കള്ളപ്രവാചകന്മാരെ കുറിച്ച്, കള്ളക്രിസ്തുക്കളെ കുറിച്ച് ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി കർത്താവ് വീണ്ടും ഈ പൂട്ടിൽ പേരിടുന്ന പോലെ ഇത് പറയാൻ പോവുക. ശ്രദ്ധിക്കേ, ഓൾറെഡി പറഞ്ഞു. ഇനി 4-ാം വാക്യത്തിൽ പറഞ്ഞു, 5-ാം വാക്യത്തിൽ പറഞ്ഞു. ഇനി കർത്താവ് വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. 11-ാം വാക്യത്തിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. ഇത് എന്തിനാ കർത്താവ് ഇങ്ങനെ വീണ്ടും പറയണേ? ഇതെന്തിനാ ഇങ്ങനെ വീണ്ടും പറയണേ? ഇതാ നിങ്ങളുടെ മകള് ഇതാ ബാംഗ്ലൂർ അല്ലെങ്കിൽ ബോംബെയിൽ പഠിക്കാൻ പോവുക.
ഇതാ പഠിക്കാൻ പോകുമ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യമായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ പെട്ടിയൊക്കെ അടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്നിട്ടും അവളോട് ചോദിക്കാൻ പോണത്, മോളെ പച്ച ചുരിദാർ എടുത്തോ, ചുവന്ന ചുരിദാർ എടുത്തോ, മടക്കി വെച്ചോ എന്നല്ല ചോദിക്കാൻ പോണേ. മോളോട് ചോദിക്കാൻ പോണ പ്രധാന കാര്യം, ആദ്യമായിട്ടാണ് മോൾ യാത്ര പോണേ. ഉടനെ അമ്മ പറയും, മോളെ സൂക്ഷിച്ചോളണം, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതാ സ്ത്രീകളെ ചിത്തിയാക്കുന്ന അബ്യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും ട്രെയിനിലൊക്കെ, നീ സൂക്ഷിച്ചോളണം എന്ന് പറഞ്ഞു. അതിനുശേഷം അമ്മ പറഞ്ഞു, മോളെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചായിരുന്നോ? മമ്മി അത് എടുത്ത് വെച്ചില്ല, ഞാനിപ്പോൾ എടുത്ത് വെക്കാം. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് മോളെ വീണ്ടും പറയാണ്, മോളെ സൂക്ഷിച്ചോളണം ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ. മമ്മി, ഈ പിള്ളേർ വലുതായി കഴിഞ്ഞാൽ രണ്ടാമത് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല, മനസ്സിലായോ? മമ്മി എന്തിനാ ഇങ്ങനെ പുട്ടിൽ പീരിടുന്ന പോലെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ? എനിക്കിതൊക്കെ അറിഞ്ഞുകൂടെ എന്നുള്ള രീതിയിൽ സംസാരിക്കുക. വീണ്ടും മാമി പറഞ്ഞു, മോളെ ക്യാഷൊക്കെ എടുത്തു വെച്ചായിരുന്നോ? അടുത്ത് കഴിഞ്ഞ് വീണ്ടും മമ്മി തുടങ്ങി, മോളെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ. ഇതുപോലത്തെ ഒരമ്മയുടെ സ്നേഹം ഇവിടെ കാണാം. ഓൾറെഡി മത്തായി 24:4 പറഞ്ഞു, 5 പറഞ്ഞു. ഇനി കുറച്ച് വാക്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കർത്താവ് വീണ്ടും പറയുകയാണ്, കള്ളപ്രവാചകന്മാരെ പലരും വന്ന് അനേകരെ തെറ്റിക്കും. പലരും വന്ന് അനേകരെ തെറ്റിക്കും. 11-ാം വാക്യത്തിൽ ഇനിയും 1-2 വാക്യം കഴിഞ്ഞപ്പോൾ വീണ്ടും കർത്താവ് തുടങ്ങി 24. വീണ്ടും അതിന്റെ 24-ാം വാക്യത്തിൽ പറയാണ്, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിപ്പാനായി എന്നെയും നിങ്ങളെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഇത് എത്ര പ്രാവശ്യം പറഞ്ഞപ്പോ? ഒറ്റ ചോദ്യത്തില് 3 പ്രാവശ്യം കഴിഞ്ഞു. ഇനി ഒന്നും കൂടെ മൊത്തത്തിൽ കൺക്ലൂഷൻ. അടുത്തത് 4-ാമത്തത്, ഓർത്തുകൊള്ളുവേൻ ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഇനി അന്ന് വന്നിട്ട് കീന്ന് പറയരുത്, ഞാൻ അറിഞ്ഞില്ല പിടിച്ചില്ല എന്ന് പറയരുത്. ഇതാ ഓർത്തുകൊള്ളുവേൻ ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ മൊത്തത്തിൽ 4 പ്രാവശ്യം കർത്താവ് 4 പ്രാവശ്യം പറഞ്ഞത് ഇന്നത്തെ പ്രസംഗത്തിൽ 1 പ്രാവശ്യം പോലും കേൾക്കാനില്ല. പകരം കർത്താവ് 1 പ്രാവശ്യം പറഞ്ഞത് ഇന്നത്തെ പ്രസംഗങ്ങളിൽ 1000 വട്ടം കേൾക്കാനുണ്ട്. തല തിരിഞ്ഞു പോയില്ലേ? ഹല്ലേലൂയ. എന്താ വിഷയം എന്നറിയാമോ? ഈ ട്രാൻസ്ലേഷൻ തന്നെ തെറ്റാ. കള്ളപ്രവാചകന്മാരെ കർത്താവ് എത്ര ഉണ്ടെന്നാ പറഞ്ഞേ? അനേകരുണ്ടെന്ന്. അതിൻ്റെ ആദ്യത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നമുക്ക് അതിൻ്റെ 4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവർ എഴുതിയിരിക്കുകയാണ്. അതിന് യേശു ഉത്തരം പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. എത്ര പേര് വരും? അനേകർ വരും എന്ന കർത്താവ് പറഞ്ഞേ. പക്ഷെ നമുക്ക് ഒരാളെ പോലും കാണാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. അനേകർ വരും എന്നാ പറഞ്ഞേ. ഇനി ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് 2 ഗ്രൂപ്പാണ്. ഒന്ന്, കള്ള ക്രിസ്തുക്കളുമുണ്ട്, കള്ളപ്രവാചകന്മാരും ഉണ്ട്. കള്ള ക്രിസ്തുക്കൾ അവരാണ് രക്ഷകൻ എന്ന് പറഞ്ഞാൽ വരുന്നത്. അവരാണ് രക്ഷകൻ. അതിന് വളരെ കുറവാണ് നമുക്ക് അങ്ങനെയുള്ള ആളുകൾ കാണാൻ പറ്റത്തുള്ളൂ. എന്നാൽ കള്ളപ്രവാചകന്മാര് അങ്ങനെ അവനാണ് രക്ഷകൻ എന്ന് പറഞ്ഞു വരുന്ന ചിലരെയൊക്കെ നമുക്ക് ഇവിടെ കാണാം, ഇല്ലേ? രക്ഷക ചില ഗുരുജിമാരും ചില അമ്മമാരും ഒക്കെ രക്ഷകരായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ കള്ളപ്രവാചകന്മാരെ അവരെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒന്നാമത് ഈ ട്രാൻസ്ലേഷൻ തെറ്റാ. മലയാളം ട്രാൻസ്ലേഷൻ വലിയ അപകടം പിടിച്ചൊരു ട്രാൻസ്ലേഷനാണ്. അതുകൊണ്ട് നിങ്ങളൊരു KJV വെച്ചേ പറ്റത്തുള്ളൂ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. ശ്രദ്ധിച്ചേ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തൊട്ടടുത്ത് ഇംഗ്ലീഷ് കിടക്കുന്നുണ്ടോ? ഇത് കിങ് ജെയിംസ്, ഇത് അമേരിക്കൻ സ്റ്റാൻഡേർഡ്. ഫോർ മെനി ഷാൽ കം ഇൻ മൈ നെയിം. അതാണ് അതിൻ്റെ റൈറ്റ് നെയിം. അല്ലാണ്ട് ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ വരുന്നു എന്നല്ല ഇവിടെ പറഞ്ഞേ. ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനേകർ വരും. ഇപ്പൊ ഞാൻ വന്നേക്കണ ആരുടെ നാമത്തിലാ? ക്രിസ്തുവിന്റെ നാമത്തിലാ. ഇതാരാ പറയണേ? യേശു പറയണേ. അവർ എൻ്റെ നാമത്തിൽ വരും. Many shall come in my. ഈ മൈ എന്ന് വെച്ചാൽ ആരാ? യേശുവിന്റെ നാമത്തിൽ അവർ വരും. എന്നിട്ട് they do have a message. അവർക്കൊരു സന്ദേശം ഉണ്ടാകും.
അവരുടെ സന്ദേശം എന്നാണെന്നറിയാമോ? ഐ ആം ക്രൈസ്റ്റ്. ഇതാരാ പറയണേ? യേശു. യേശു പറയാണ്, അവർ വന്നിട്ട് പറയും ഞാനാണ് ക്രിസ്തു എന്ന് പറയും. സത്യമല്ലേ അവർ പറയണേ? അവര് പറയണ സത്യം. യേശു അല്ലേ ക്രിസ്തു? എൻ്റെ നാമത്തിൽ വന്നിട്ട് അവർ പറയും ഞാനാണ് ക്രിസ്തു എന്ന്. അതിന്റെ അർത്ഥം കള്ളപ്രവാചകന്മാർ വന്ന് സത്യം പറഞ്ഞിട്ട് നിങ്ങളെ തെറ്റിക്കും. ഗ്ലോറി. കള്ളപ്രവാചകന്മാർ വന്ന് സത്യമേ അവർ പറയൂ, സത്യം പറഞ്ഞിട്ട് നിങ്ങളെ തെറ്റിക്കും. ഒന്നും കൂടി മനസ്സിലാക്കി പറയാം. കള്ളപ്രവാചകന്മാർ വരുന്നത് യേശുവിൻ്റെ നാമത്തിലാണ്. ഇത് യേശുവാ പറയണേ, ഇൻ മൈ നെയിം ദേ വിൽ കം. എൻ്റെ നാമത്തിൽ അവർ വന്നിട്ട് അവർ പറയും ഞാനാണ് ക്രിസ്തു എന്ന് അവർ പറയും. ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് നോക്കിയാൽ മനസ്സിലാവും. ഗ്ലോറി. ഞാനാണ് ക്രിസ്തു എന്ന്, അതായത് യേശു ആണ് ക്രിസ്തു എന്ന് അവര് പറയും. സത്യമല്ലേ അവർ പറയണേ? യേശു അല്ലേ ക്രിസ്തു? നോണ പറഞ്ഞാൽ നിങ്ങളെ തെറ്റിക്കാൻ പറ്റുമോ? ഇതാ കള്ളനോട്ട് അടിക്കുന്നവൻ കളർ കടലാസും കറുത്ത കളർ കടലാസും കൊണ്ടുവന്നിട്ടാണ് പറഞ്ഞത് ഇതാണ് 500 നോട്ടെന്ന്. അവൻ ഒറിജിനലിനെ വല്ലുന്നാലേ അടിച്ചോണ്ട് വരുന്നേ അല്ലേ? എന്നിട്ടല്ലേ തെറ്റിക്കണേ? അപ്പോൾ ഇതേപോലെ തന്നെ ഇതാ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലായിരിക്കും ഈ വരവ്. പക്ഷെ അവസാനം നിങ്ങൾ തെറ്റിപ്പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും അപ്പൊ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും, ഏത് രീതിയിൽ ഇത് ഐഡന്റിഫൈ ചെയ്യും ഇതൊക്കെ എന്നുള്ളൊരു ചിന്ത ഒരുപക്ഷെ നിങ്ങളുടെ അകത്തുദിക്കും. ഇത് കർത്താവ് ഇത് 3-4 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ തെറ്റിപ്പോയവരുടെ വലിയൊരു ഗ്രൂപ്പാണ് മത്തായി 7, 21, 22, 23 കിടക്കണേ. ചതിക്കപ്പെടരുതെന്ന് പറഞ്ഞിട്ട് ഇവരെ അതൊന്നും മനസ്സിലാക്കാതെ അവരോടി. ഇതാ ശ്രദ്ധിച്ചേ, കള്ളപ്രവാചകന്മാരായി നമ്മളെ പിടിപ്പിക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് നമ്മൾ സത്യം പറയാൻ നുണ പറഞ്ഞിട്ടല്ല, നമ്മൾ യേശു ആണ് കർത്താവ് എന്ന് പറയുന്നത് ഏത് പോയിന്റിലാണ് ഇതിലേത് പോയിന്റിലാണ് നമ്മൾ